ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് മുതലാണ് നമ്മുടെ പ്രൈസക്കുട്ടൻ രാവിലെ പോണ്ടിയത്. അങ്ങനെ ഞാൻ 5 മണിക്ക് ഞാൻ അലാറം വെച്ച് ഞാൻ എണീറ്റ്, എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഡേ ആകുമ്പം നമ്മൾ കൊണ്ടുവിടണമല്ലേ, അതുകൊണ്ട് ഇന്നൊരു ഇച്ചിരി 6:30 ആയിട്ട് പോയാൽ മതി. നാളെ തൊട്ട് അങ്ങനെ പറ്റത്തില്ല, ബസ് വരും. അങ്ങനെ നമ്മൾ 6 മണിക്ക് ബസ് ഇവിടെ സ്റ്റോപ്പിൽ വരും. അപ്പോൾ എനിക്കൊരു ആകെ ടെൻഷനായിരുന്നു. എന്തോന്നാലും ഞാൻ കറക്റ്റ് 10 മണിയാണ് കിടത്തിയിട്ട് പിന്നെ രാവിലെ ഞാൻ അടുക്കളയിൽ വന്ന് ഇഡലിയൊക്കെ 2 തട്ടിലേക്ക് നിന്ന് മസാല ഇഡലി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇന്നലെ രാത്രിയിൽ ഞാൻ ഇഡലി പാത്രമെല്ലാം കഴുകി അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് വെച്ച് തട്ടെല്ലാം റെഡിയാക്കി വെച്ച് രാവിലെ അന്നേരം വന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാമല്ലേ. അപ്പോൾ 2 ഇഡലി പാത്രത്തിൽ ഇങ്ങനെ കുഞ്ഞ് ഇഡലി ഉണ്ടാക്കിയിട്ട് അത് അടപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ പാലൊക്കെ അവിടെ കൊണ്ട് വെച്ചതേ ഉള്ളൂ. പിന്നീടാണ് ഞാൻ പാല് കാച്ചി ചായ ഉണ്ടാക്കുന്നതിന് മുമ്പിട്ട് അവനൊരിച്ചിരി പാലെടുത്ത് കോഫി ഉണ്ടാക്കിയിട്ട് എങ്ങനെയും എണ്ണിപ്പിക്കണ്ടേ. അപ്പോൾ ആദ്യം എണ്ണിപ്പിച്ച് ഞാൻ അവിടെ ഇരുത്തിയിട്ട് കാപ്പി എടുക്കാനായിട്ട് വന്നപ്പോഴത്തേക്കിന് ചെന്ന് നോക്കിയോണ്ടെ വീണ്ടും പുറച്ചവിടെ കിടപ്പുണ്ട്. എന്നിട്ട് കണ്ണടച്ചിങ്ങനെ കുത്തിയിരിക്കുക. ഞാൻ ചക്കരേ മോനെ മുത്തേ എന്നൊക്കെ വിളിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ പറഞ്ഞു മക്കളെ സ്കൂളിൽ പോകണ്ടേ അതെന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞ് പിന്നെ കാപ്പിയൊക്കെ കൊടുത്തു കഴിഞ്ഞ് അങ്ങ് ഉഷാറായി. പിന്നെ വന്ന് ആൾ ബ്രഷൊക്കെ ചെയ്ത് ഞാൻ പറയും പപ്പ ഇന്നത്തെ ദിവസം രാത്രിയിലാണെങ്കിൽ അങ്ങ് എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് സന്തോഷവും ഉണ്ട് പോകുന്നതിന്, പക്ഷേ ഇത്തിരി പേടിയുണ്ട്. എവിടാ ഏത് ക്ലാസ്സാ ഏത് ഇതാ എല്ലാം വാട്സപ്പിൽ വിട്ടിട്ടുണ്ട്. എന്നാലും അവനങ്ങൊരു പേടി. ആദ്യത്തെ ദിവസമാകുമ്പോൾ അങ്ങനല്ലേ. ഞാൻ പറഞ്ഞു ഇന്ന് നീ പേടിക്കൊന്നും വേണ്ട, പപ്പ വരും നിന്നെ കൊണ്ടുവിടാൻ. പിന്നെ തിരിച്ച് ഇവരുടെ സ്ഥിരം ബസ്സായതുകൊണ്ട് തിരിച്ച്, അല്ലെങ്കിൽ പുതിയ കുട്ടികളാണെങ്കിൽ പേരൻസ് തന്നെ വിളിക്കാനും പോകണം, കാരണം ബസ്സുകാർക്ക് സ്റ്റോപ്പ് അറിയണമല്ലേ. അപ്പം പിന്നെ ഇവർ പഴയ കുട്ടികളായതുകൊണ്ട് നമുക്ക് പോകേണ്ട കാര്യമില്ലായിരുന്നു. അറിയിച്ചാൽ രാവിലെ കൊണ്ടുവിട്ട്. ഇപ്പം മഴയും കൂടെ അല്ലേ, അപ്പം പോകുന്ന സമയത്ത് മഴയില്ലായിരുന്നു. 6 മണി 6:30 ആയതുകൊണ്ട് ഇവിടുന്ന് പോയി. 12:15 വരെയുള്ളൂ സ്കൂൾ. പക്ഷേ ഇന്ന് ഫസ്റ്റ് ഡേ ആകുമ്പം ലേറ്റ് ആവത്തില്ല, എല്ലാ പിള്ളേരെയും ബസ്സിലൊക്കെ കയറ്റി അങ്ങനെ ആകുമ്പം. അപ്പോൾ ഇഡലിയൊക്കെ ഇവിടെ റെഡിയായി. അതെല്ലാം ഞാനിവിടെ നിന്ന് എടുത്തങ്ങോട്ട് വെക്കട്ടെ, അതൊന്ന് തണുക്കാനായിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തോണ്ട് എന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ എന്നോടൊന്ന് ആക്ഷൻ കാണിച്ചു. ഞാൻ എക്സോസ് ഇട്ടിട്ടുണ്ട്, അതൊന്ന് നിർത്തട്ടെ. ഇങ്ങനെ രാവിലെ കുത്തിപ്പൊക്കി എണ്ണിപ്പിച്ചു. രാവിലെ ഇച്ചിരി കാപ്പിയൊക്കെ കൊടുത്തിട്ട് എണ്ണിപ്പിച്ച് പല്ലിങ്ങനെ ജോയിൻറ്റ് ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് 2 സൈഡിലേക്ക്. എല്ലാം എടുത്ത് വെച്ച് ഞാൻ തണുക്കട്ടെ. തുണിയും കൂടെ ഇട്ട് അതവിടെ കിടന്നായിക്കോളും. അപ്പം തുണിയൊന്നും ഇങ്ങനെ രാവിലെ 5:30 പോലും ആയില്ല, തുണി അങ്ങനെ ഇടാറില്ല. പക്ഷേ നമുക്ക് സമയം ഉണ്ടെന്നും പറഞ്ഞ് ഞാനതങ്ങ് ഇട്ട്. പിന്നെ അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവർ റീച്ചാനൊക്കെ പോകുന്നതിന് മുമ്പിട്ടാണേലും ഇപ്പം പോൾമോൻ 2 മണി ആകുമ്പോഴത്തേക്കിന് വരത്തുള്ളൂ. അപ്പോഴത്തേക്കും റീച്ചാനാണേലും ആ ഫ്രണ്ടിലേക്ക് അങ്ങ് വിരിക്കുമല്ലോ, അങ്ങ് കഴുകിയിട്ടാൽ. അപ്പം ഞാനിതെല്ലാം ഇളക്കിയെടുക്കട്ടെ. അവൻ കഴിക്കുന്നൊന്നുമില്ല, കാരണം രാവിലെ അല്ലെങ്കിലും അവനങ്ങനെ കഴിക്കാറില്ല. പിന്നെ ഈ കൊണ്ടുപോകുന്നത് അവരൊരു 9:30 ആകുമ്പോഴത്തേക്കിന് അവരുടെ റീസസ് ടൈമാണ്. പിന്നെ 12:15 വരെ അല്ലേ ഉള്ളൂ. പിന്നെ ഉച്ചയാകുമ്പം ഇവിടെ വന്ന് കഴിക്കാമല്ലേ. പോള് പറയുക ഇനിയും മസാല ഇഡലി ആയിരിക്കും. അവന് മസാല ഇഡലി അത്ര ഇതല്ല. ഈ പ്രൈസറാണെങ്കിലും മസാല നന്നായിട്ട് വേണം, ഇച്ചിരി പൊടിയൊക്കെ മുളക് പൊടിയൊക്കെ. എന്താണ്ട് സോഫ്റ്റ് ഇഡലിയായിരുന്നു. ഞാൻ 2 ഗ്ലാസ് കണ്ടല്ലോ ഇന്നലെ ഞാൻ കാണിച്ചത്. 2 ഗ്ലാസ് പച്ചരി, 1/2 ഗ്ലാസ് ഉഴുന്ന്, പിന്നെ അരയ്ക്കാൻ നേരം ഒരു തവി ചോറും അരച്ച്. അപ്പം ഇന്ന് വെള്ളമൊന്നും അങ്ങനെ കൂടില്ല. അന്ന് ഇത്തിരി വെള്ളം കൂടിയത് കൊണ്ട് ഇത്തിരി സോഫ്റ്റ് ആയിരുന്നു, പക്ഷേ അങ്ങനെ ഇങ്ങനെ പൊങ്ങി വന്നില്ല. ഇന്നിപ്പം കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് വെള്ളമായിരുന്നു. അരി ഒരുങ്ങിയോ? ഇനി തലയും കൂടെ ജീവനല്ലേ. മോൻ്റെ യൂണിഫോം കാണിക്കും.
ഈ വർഷത്തെ യൂണിഫോം ഇങ്ങനെ. അപ്പം 5, 6, 7 ഈ യൂണിഫോം. അത് കഴിഞ്ഞ് പിന്നെ വേറെയാണ്. അപ്പോൾ ഈ ജാക്കറ്റ് ഉണ്ടല്ലേ, അത് ഞാൻ പറഞ്ഞിട്ട് വേണ്ടായിരുന്നു. അത് ഇടുമ്പോൾ പിള്ളേർക്ക് ചൂട് സമയത്ത് ഭയങ്കര ചൂടാണ്. ആ ജാക്കറ്റിന് തന്നെ 800 രൂപയാണ്. 800 ആണോ 900 ആണോ, അതിനാ ഇത്രയും വില. ഞാൻ പറയും വെറുതെ എന്തിനായിരുന്നു അത്. ഈ ഒരു വല്ലാത്ത ഇതാ ജാക്കറ്റ്, പിള്ളേർക്ക് അത്ര ഇഷ്ടമല്ല. അല്ലെങ്കിൽ ഒരു ഇതുപോലെ ടീഷർട്ടും പാൻറ്റും അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അപ്പുറത്ത് ചായ ഒന്ന് റെഡിയായി, ഞാനതൊന്ന് ഓഫാക്കിയിട്ടാ. അപ്പം മസാല ഇഡലിയുടെ മസാലയെല്ലാം ഇട്ട് അതൊന്നിങ്ങനെ കുടഞ്ഞെടുക്കട്ടെ. അപ്പോൾ അവിടെ ഇഡലിയായി. ഇന്ന് എല്ലാവർക്കും ഇതാണ് ഉണ്ടാക്കിയത്, വേറെ ചമ്മന്തിയും കറിയൊന്നും ഉണ്ടാക്കാൻ പോയില്ല. റീസനേക്കായി വെപ്രാളം എനിക്കായിരുന്നു. ഇവനെ എങ്ങനെ ഉറക്കും 10 മണിക്ക്. ഇവിടെ ഇവൻ 10 മണിക്ക് ഉറങ്ങി ഞാൻ കണ്ടിട്ടേ ഇല്ല. കാരണം ഇവൻ 12, 1 മണിയൊക്കെ. ഞാനിപ്പോൾ എൻ്റെ ഇപ്പം ഇവന് ഒരു 11 മണിക്കല്ലായിരുന്നു ഇവനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സാവകാശം ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അതും കേട്ട് ഇങ്ങനെ ഇരിക്കും. 12, 1 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഇവിടെ കിടക്കുന്നത്. അപ്പോൾ എന്തുവാന്നേലും അവനേക്കാൾ വെപ്രാളം എനിക്കായിരുന്നു. എന്തുവാന്നേലും കിടക്കുകയും ചെയ്ത് എണ്ണിപ്പിക്കാനും പറ്റി. അപ്പോൾ ഞാൻ പിന്നെ ചായയൊക്കെ ഒന്ന് റെഡിയായി, ചായയൊക്കെ ഒന്ന് അങ്ങോട്ട് നിർത്തി ആറ്റിക്കുക. അല്ലെങ്കിൽ ചിലപ്പം പ്രാക്ടീസ് കൂടുതലായി ചിലപ്പോൾ തറയിലെങ്ങാനും വീണാലോ എന്നും പറഞ്ഞ് പിന്നെ അങ്ങോട്ടാക്കിയതാണ്. കയ്യിൽ എഴുതി വെച്ചോ പ്രൈസൻ? അപ്പോൾ അവനെ വിട്ട് അത് കഴിഞ്ഞ് ഞാൻ എന്തോ അവനോട് ചോദിച്ചാൽ കയ്യിൽ എഴുതി വെച്ചോന്ന്. അവൻ ഇന്നലെ രാത്രി തൊട്ട് അങ്ങ് വെപ്രാളമായിരുന്നു. ഞാൻ പറഞ്ഞെടാ നിൻ്റേത് 205 ബിൽഡിംഗ് നമ്പർ 2 ആടാന്ന് പറഞ്ഞിട്ട് അവനങ്ങ് വെപ്രാളം. പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ നീ കയ്യിൽ എഴുതി വെച്ചുകൊണ്ട് പോകും. എടാ വാച്ച്മാനാണെങ്കിലും ബസ്സുകാർക്കെല്ലാം അറിയാം, നീ ടെൻഷൻ എടുക്കണ്ടെന്ന്. അവൻ്റെ ഒരു സമാധാനത്തിന് പിന്നെ ഞാൻ പറഞ്ഞു കയ്യിൽ എഴുതി വെച്ചുകൊണ്ട് പോവാൻ. എന്നിട്ട് റീച്ചാൻ പറഞ്ഞു അവിടെ കൊണ്ടുവിട്ടിട്ട് ആരാടാ ചോദിച്ചു ഗേറ്റിൻ്റെ അവിടെ നിന്ന് വാച്ച്മാനോ ഏത് ബിൽഡിങ്ങാന്ന്. അപ്പോൾ ഇവൻ പറയാ 305 എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ പറഞ്ഞു അല്ലല്ല 205 വന്നു. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്ക് ഞാൻ ആ മസാല ഇഡലി വെച്ചില്ലേ, അതിൻ്റെ അകത്ത് തന്നെ വെണ്ടയ്ക്ക ഇട്ടൊന്ന് നന്നായി ഇളക്കി. അപ്പോൾ ആ മസാലയുടെ കടുകും മുളകും എല്ലാം മസാലയെല്ലാം ഓയിലെല്ലാം ഇതിൻ്റെ അകത്ത് പിടിച്ച്. ആദ്യം ഞാൻ എണ്ണയൊന്നും ഒഴിച്ചില്ല, ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കി ആ പലവര പോലെ പോയി. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ എണ്ണ ഒഴിച്ചത്. അപ്പോൾ ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു ഇച്ചിരി, അത് ഞാനൊന്ന് തിളപ്പിച്ച് വെക്കുവാണേ. ഞാൻ പിന്നെ 2 ദോശ ഉണ്ടാക്കി. അപ്പം എനിക്ക് ആ മീൻചാറും കൂട്ടി ഞാനൊരു ദോശ തിന്നുക. അപ്പം അന്നേരം ചിന്തിച്ചാൽ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന്. നിങ്ങൾ ചിന്തിക്കും പിന്നെ മീൻചാറും കൂട്ടി തിന്നുന്നത് ഞങ്ങളെന്തിനാണ് കാണുന്നേ? കാണുന്നവർ കാണേ. അപ്പോൾ ആ കരുവേപ്പിലയൊക്കെ ഞാനങ്ങ് എടുത്ത് തിന്നും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തിന്നിട്ടുണ്ടോ ദോശ? മിക്കവാറും ചിലർ തിന്നിട്ടുണ്ട്, എനിക്ക് കമൻറ്റൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാനങ്ങ് ചോദിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് അരി കഴുകിയിട്ട് ഇന്ന് 2 ടൈപ്പ് അരി ഇടുന്നുണ്ട്. ഇച്ചിരി ചുമന്നേരിയും ഇടുന്നുണ്ട്. ചുമന്നേരി ഇവിടെ ഇവർക്ക് പിള്ളേർക്ക് ഇഷ്ടമല്ല അങ്ങനെ. പിന്നെ അങ്ങനെ ഒരു നിവൃത്തികേടും ഇല്ലെങ്കിൽ കഴിക്കും. അപ്പം ഞാൻ മറ്റേ അരി ഒന്ന് കഴുകിയിടുന്നുണ്ട്. ഞാൻ സാമ്പിള് അന്ന് വാങ്ങിച്ചോണ്ടേ ഈ വെള്ളയരി ഇച്ചിരി വേവുണ്ടായിരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കി എന്നും ഈ മാസത്തിലുള്ള അരി വാങ്ങിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ ഇട്ടുണ്ടേ ആ വേവ് അനുസരിച്ച് ഞാൻ ഇടയ്ക്കൊന്ന് നോക്കിയുണ്ടേ അത് വെന്തങ്ങ്. അപ്പം ഞാൻ കുക്കറിലാണ് റോസരി ഇട്ടത്. ഞാനിങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ തിളപ്പിച്ചിട്ട് പിന്നെ അടപ്പിട്ടിട്ട് പിന്നെ ഇങ്ങനെ വിസിൽ ഇടുന്നതിന് മുമ്പിട്ട് നമുക്കറിയാം തിളച്ച് കഴിഞ്ഞ് ഞാൻ അടച്ച് വിസിലിട്ട് ചെറിയ തീയിൽ ഒരു 10-20 മിനിറ്റ് ഇടും, പിന്നെ അങ്ങ് ഓഫാക്കും. അപ്പം ഞാൻ സാമ്പാറാണ് വെക്കുന്നത്. എല്ലാ പൊടികളും ഞാൻ ചൂടാക്കി. സാമ്പാർ വെക്കാൻ പരിപ്പിട്ടു, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഒന്ന് ചൂടാക്കി. അതങ്ങ് അടിയിലിടാൻ കാര്യമാണ്. ചിലപ്പം കഷ്ണങ്ങളുടെ മുകളിൽ ഇടുവാണെങ്കിലേ ഇല്ലേ ഇച്ചിരി തെറിച്ച് അഥവാ
പോവുകയാണെങ്കിൽ ആ മുളക് പൊടിയുടെ ക്രാണം ഭയങ്കരമല്ല, അതുകൊണ്ട് പൊടികളങ്ങ് അടിയിലിട്ടതാണ്. പുളിവെള്ളവും ഇതിലങ്ങ് ചേർക്കുക കേട്ടോ, ഉപ്പും എല്ലാം. ഇനി വിസിലടിച്ചിട്ട് ലാസ്റ്റ് കടുക് വറുത്താൽ മതി. അപ്പോൾ ആദ്യമായിട്ടായാലും കാണുന്നവരുണ്ടെങ്കിൽ ഇവിടുത്തെ സാമ്പാർ കഷ്ണങ്ങൾ ഇത്തിരി വെന്തെടുക്കുന്ന കേട്ടോ, കാരണം പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവന്മാരത് സൈഡിലെടുത്ത് വെക്കും. അപ്പോൾ ഇച്ചിരി വെന്തതാവുമ്പം കുറച്ചേലും വയറ്റി ചെല്ലുമല്ലേ, അതുകൊണ്ട്. പിന്നെ മുരിങ്ങയ്ക്ക ഞാൻ ലാസ്റ്റിൽ ഇടുന്നുള്ളൂ, ഇപ്പോൾ ഇടുന്നില്ല. മുരിങ്ങയ്ക്ക ഇങ്ങനെ എടുത്ത് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. ശേഷം പഴയ ഫ്രണ്ട്സുകളാണോ? ഇച്ചിരി. ആരാ പാർട്ട്ണർ? ഇല്ല. ക്ലാസ് ടീച്ചറോ? സ്ട്രിക്റ്റ് ആണോ അതോ പാവൻ ടീച്ചറാണോ? സ്ട്രിക്റ്റാ. എത്രാമത്തെ ബെഞ്ചിലായിരിക്കുന്ന നീ? बस इतना लेट आए എന്താ? हाँ बंदियது जाना पड़ेगा मतलब जाना पड़ेगा क्या? बस इतना लेट आए बच्चे लोग थोड़ा लेट आ गए. हाँ ഫസ്റ്റ് ഡേ ആയോണ്ടായിരിക്കും. അപ്പം നാളെ എത്ര മണിക്ക് ബസ് ഇവിടെ വരും? ആരെങ്കിലും ചോദിച്ചോ? അന്നേരം എന്ത് പറഞ്ഞു? ക്ഷീണമുണ്ടോ? സെക്കൻഡ് ഫ്ലോർ വരെ കയറി പോണമായിരുന്നോ? ആൻറ്റി വന്നിട്ട് പോയി കുളിച്ചിട്ട് വാ കേട്ടോ, കുളിക്കും. എന്നിട്ട് വേണ്ട, നീ ഉറങ്ങിയാൽ പിന്നെ രാത്രി പെട്ടെന്ന് ഉറങ്ങത്തില്ല. എന്തെങ്കിലും പഠിപ്പിച്ചോ? മാത്സ് ടീച്ചർ ആരാ? क्लास टीचर है. पहले भी मैथ्स पढ़ाती थी. लास्ट टाइम भी क्लास टीचर ഇല്ലേ? अरे स्कूल छोड़ के गई. ഉള്ളയാണോ പറഞ്ഞ? ചുമ്മാതായിരിക്കും. വഴക്കളി പിള്ളേരെങ്ങാനും ഉണ്ടോ? ഫോർത്തിൽ നിന്നെ അടിച്ചത് ആരെങ്കിലും ഉണ്ടോ? തേർഡില് ആ ചെറുക്കൻ്റെ പേരെന്തായിരുന്നു? ജൈനോ അല്ല. ജൈനോ ഉണ്ടോ ബസ്സില്? ആ, അവൻ കാര്യം പറഞ്ഞ് ബനിയനും ഊരാൻ തുടങ്ങി, പാൻറ്റും ഊരാൻ തുടങ്ങി. അതാ ഞാനങ്ങ് കട്ടാക്കിയത്. പിന്നെ ഞാൻ പറഞ്ഞ ഡ്രസ്സ് താത്തിടുന്ന്. അവന് അന്നേരം ഓർത്തത്, അയ്യോ മമ്മി വീഡിയോ എടുക്കുവാന്ന്. ആദ്യത്തെ ദിവസം ആയതുകൊണ്ടൊന്ന് ഇത്തിരി ലേറ്റായിട്ടാണ് വന്നത്. 1:30 ഇവിടെ എത്തിയുണ്ട്, കാരണം എല്ലാ പിള്ളേരെയും ബസ്സിൽ കയറ്റണ്ടേ. അപ്പോഴത്തേക്കിന് നമ്മുടെ സാമ്പാറൊക്കെ ഇവിടെ റെഡിയായി. ഞാൻ ഇനി മുരിങ്ങയ്ക്കയും കൂടി ഇട്ടും കൊടുക്കും. മുരിങ്ങയ്ക്ക ഇട്ടിട്ട് കുറച്ചുകൂടെ ഒന്ന് തിളപ്പിക്കും. ആ മുരിങ്ങയ്ക്ക ഒന്ന് വേവാനേ. അത് ചെറുതായതുകൊണ്ട് ഞാൻ മൊത്തത്തിലങ്ങ് പീസാക്കിയില്ല. ഒരു കുറച്ച് താഴെ വശം വിട്ടിട്ട് ഒന്ന് പൊളത്തി ഇട്ടിട്ടുണ്ടല്ല. എന്നിട്ട് ഇതിലോട്ട് ഇനി കടുക് വറക്കുമ്പോൾ ഇപ്പോഴാണ് ഞാൻ കായപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടനോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.